തെങ്കാശിക്ക് സമീപം കുറ്റാലത്താണുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറ്റാലത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടായിരുന്നല്ലോ. രാവിലെ തന്നെ ഇവിടുന്ന് തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തെങ്കാശിയുടെ ഉൾഗ്രാമ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്റർ അച്ചൻകോവിൽ റൂട്ടിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിൻ്റെ താഴെ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ മേക്കരെ ഗ്രാമത്തിലേക്ക് എത്താം. അപ്പോൾ ഈ തെങ്കാശി ഭാഗത്തോടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് പശ്ചിമഘട്ടത്തിൻ്റെ. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് വലിയ മലനിരകളൊക്കെ കാണാം. അത് കോട ഇറങ്ങിയിരിക്കുന്നതാണോ അതെയോ മഴയാണോ? ഇന്നലെ മഴയായിരുന്നു നമ്മുടെ പ്രധാന വില്ലൻ. ഇന്ന് മഴ വില്ലനായിട്ടാണോ വരുന്നത് അതെയോ നായകനായിട്ടാണോ എന്നൊക്കെ കണ്ടറിയാം. നമ്മളിപ്പോൾ ചെങ്കോട്ടയുടെ ഉൾവഴികളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചെങ്കോട്ട എന്നല്ല അല്ലേ, ഷെൻകോട്ടയെന്നാണ് ഇവിടെ തമിഴിൽ ബോർഡ് കാണുന്നത്. നമ്മൾ പറയുമ്പോൾ ചെങ്കോട്ട എന്ന് പറയും കേട്ടോ. നിരനിരയായിട്ട് വീടുകളും കടകളും സാധാരണ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഉള്ളിലേക്ക് വന്നാൽ കാണുന്ന പോലെയുള്ള കാഴ്ചകളൊക്കെ. നമ്മളിപ്പോൾ തെങ്കാശി ജില്ലയിലെ ചെങ്കോട്ട താലൂക്കിൽ തേൻപൊത്തൈ എന്ന ഗ്രാമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു ചെറിയ ഗ്രാമമാണ്. പഴയ സാധനം എടുത്തിട്ട് പുതുസ കൊടുക്കും അല്ലേ. പഴയ കുടം കൊടുത്തു കഴിഞ്ഞാൽ പുതിയ കുടം തരും ഇല്ലേ. പൊട്ടി പോയ കുടങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റി കുറച്ച് പൈസയൊക്കെ എടുത്തിട്ട് പുതിയ കുടം വിൽക്കുന്നത്. കുടം മാത്രമേ ഉള്ളൂ, ആക്രി സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അലുമിനിയം പാത്രങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു കോവിൽ കാണാം, പുതിയതായിട്ട് പെയിൻറ്റിംഗ് ഒക്കെ നടത്തിയിരിക്കുന്ന ഒരു കോവിലാണ്. അതിൻ്റെ ഗോപുരമൊക്കെ നോക്കി. അതിൻ്റെ മുന്നിലായിട്ട് വലിയൊരു ആര്യവേപ്പിൻ്റെ മരം. എന്നെ കാറ്റാ വീശുന്നതെന്നൊക്കെ. ചെറിയ രീതിയിൽ മഴയും പൊടിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു പെട്ടിക്കടയുണ്ട്. പെട്ടിക്കട തുറന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ കുറേ പാത്രങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഈ വഴിയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. മൺപാത്രങ്ങളും കരകൗശല വസ്തുക്കളൊക്കെ. കുടുക്ക ഇതുണ്ടല്ലേ, മൺകുടുക്ക, സെറാമിക്കിൽ ചെയ്തേക്കുന്ന നമ്മൾ ഷോക്കേസിലൊക്കെ വയ്ക്കുന്ന ഐറ്റംസ്. ദൈവങ്ങളുടെയൊക്കെ പ്രതിമകളുണ്ട്. ആണോ ഇത് വെളിനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്? ഇത് വന്ന് വിരുദ്ധാചലം, ചെന്നൈ. ആ, എവിടുന്ന? ചെന്നൈന്നാ. ചെന്നൈന്ന് അല്ലേ. മൺകലമല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. മൺകലം ഇവിടെ ഉണ്ടാക്കുന്നതാ? ഇங்கே இந்த ഗ്രാമത്തിലെ? ആ, എங்கே അത്? ആ, ഇവിടെ മൺപാത്രം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാം മൺപാത്രം ഉണ്ടാക്കുന്ന സ്ഥലം. അതല്ലേ മെയിനാ സ്ഥലമാണ്. എൻ്റെ അമ്മേ. ആ, മഴ എവിടെ ഉണ്ടാക്കണേ? ഇതുക്കുള്ള ഫാക്ടറി അവിടെ ഉണ്ട്. സെറ്റ് അങ്ങനെ ഉണ്ട്. സെറ്റ് നിങ്ങൾക്ക് അത് വേല. ആ, ഇതിലും കുറെ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ചങ്ങനാശ്ശേരിയില്ലേ, കേരളാവില്ലേ? ആ, ഇത് എന്നാ കോവിലാ ഇത്? അമ്മൻ കോവിൽ. ഇതൊക്കെ വീടുകളാണ് ഇവിടുത്തെ. ഇവിടെ ഈ വീടുകളിലൊക്കെ ഉള്ളവരാണ് ഉണ്ടാക്കണേ? ഇവിടെ ഉണ്ടാക്കുന്നില്ല, സ്ഥലമല്ല ഇത് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്ന സ്ഥലം അല്ലേ? ഇല്ല, അവിടെ നമുക്ക് സർക്കാരിൽ നിന്ന് കെട്ടി കൊടുത്തിരിക്കും വലിയ സെറ്റ്. എല്ലാ ഫാമിലിക്കാരും അതിലെ പോയി. ആ, ശരി. അതായത് ഒരു ഫാക്ടറി സർക്കാർ ഇവർക്ക് കൊടുത്തേക്കുന്നതാണ് അവിടെ. അതായത് ഈ കുടുംബങ്ങളിലുള്ളവർ അവിടെ പോയിരുന്നുണ്ടാക്കും അല്ലേ? ആ, ഒരു സ്ഥലത്ത്. ഇത് അണ്ണൻ ഉണ്ടാക്കുന്നതാണോ? ആ, ഇത് കളിമണ്ണിൽ ഉണ്ടാക്കിയിട്ട് പെയിന്റ് ഒക്കെ ചെയ്ത് ഈ സെറാമിക്കിന്റെ ഒഴിച്ച് ബാക്കി എല്ലാം അണ്ണ ഉണ്ടാക്കുന്നത് അല്ലേ, കളിമണ്ണിലുള്ള. ആ, ഇതിനൊക്കെ ഒരു സെറ്റ് എന്നാ വില? 220. ഏത് ഈ ഫെറണി സെറാമിക്? ഇതിവിടെ ഉണ്ടാക്കുവാർന്നോ? ആ, ഈ സെറാമിക്കിന്റെ അല്ലേ? ആ, ഈ സെറാമിക്കിന്റെ പ്രത്യേക ഒരു ക്ലേ ആണേ. അത് എല്ലായിടത്തും കാണില്ല, ആന്ധ്രയിലൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. ആ, അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഉണ്ടാക്കുവാർന്നല്ലേ? എത്ര വർഷങ്ങൾക്ക് മുമ്പ്? അത് ഇപ്പോൾ 15 കൊല്ലമായി. ചെന്നൈയിൽ നിന്ന് നിങ്ങൾ പോയി എടുക്കുമോ അത് ഇവിടെ വരുമോ? പോയി എടുക്കണം അല്ലേ? അപ്പോൾ കച്ചവടം ഇറക്കുക. ഇതൊരു ഗ്രാമപ്രദേശമല്ലേ, ഇവിടെ വന്ന ആളുകൾ വാങ്ങിക്കുക. മെയിൻ റോഡിനാണ് കേരള. ആ, അച്ചൻകോവിലിൽ നിന്ന്. ആ, അത് തന്നെ. അപ്പോൾ നമ്മളിത് നമ്മുടെ മേക്കരെ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിലാണ്. അപ്പോൾ അച്ചൻകോവിലിൽ നിന്നൊക്കെ വരുന്നവർ ഇവിടെ ഇത് കണ്ടിട്ട് വന്ന് വാങ്ങിക്കുമോ? വാങ്ങിക്കും. ഇവിടെ ഒരു അക്ക സാരി വിൽക്കുവാണേ. ഇത് എവിടുന്ന് എടുത്തുകൊണ്ട് വരണേ? സ്വന്തം ഉണ്ടാക്കുന്നതാണോ? തറിയിൽ? ആ, തറിയിൽ ഉണ്ടാക്കുന്നവരാ അല്ലേ? ആ, എവിടെയാ ഊരെവിടെയാ? കീളപ്പാവൂർ. എന്നിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തോടെ കൊണ്ടുപോയി കൊടുക്കുക. ആ, തെരുവിലൂടെ പോയി വ്യാപാരം ചെയ്യുന്നത്. ഓക്കെ. ആ, കുറേ സാരി കണ്ടത് ഇങ്ങനെ ബാഗിലാക്കി കൊണ്ടുവന്നേക്കുവാണ്. ഇതൊക്കെ എന്നാ വില? 700 രൂപ. ആ, നിങ്ങൾ 700 രൂപയ്ക്ക് കൊടുക്കും. ആ, ഇത് കോട്ടൺ ആണോ? പ്യൂർ കോട്ടൺ. ആണോ? നമ്മുടെ പേര് ചോദിക്കാൻ മറന്നു. കാളിയപ്പൻ. അപ്പോൾ ഇവിടെയാണ് യൂണിറ്റ്. ആ, ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതല്ലേ? ആ, ഇപ്പോൾ അണ്ണൻ പറഞ്ഞു വെച്ചാൽ ഇപ്പം മഴ ആയതുകൊണ്ട് ചൂള ഇതിൻ്റെ അടുത്താണ്. ഇവിടെ അല്ല, അതിൻ്റെ വെളിയിലാണ്. ആ, അവിടെ വെളിയിലാണ്. അപ്പോൾ അവിടെ ഇപ്പം ബേക്ക് ചെയ്യുന്നില്ല മഴ ആയതുകൊണ്ടല്ലേ? ഇതൊക്കെ കട്ടിയായതാ അല്ലേ? റെഡി ആയിട്ടുണ്ട്. ആ, ഇനി ഇത് ചൂളയിൽ കയറ്റണം.
ഉണങ്ങിയാച്ച് ഇനി ചൂളയിൽ കെട്ടக்கூடிയത്. അതുപോലെ കലമുണ്ട്, പിന്നെ അത് ഇങ്ങനത്തെ ചട്ടികൾ, പൂച്ചട്ടികൾ. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ, ഇതിൻ്റെ ഉൾവശം കണ്ടില്ല, ഇത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇവിടെ ഹോളാണ്. ഹോള് അടിച്ചടിച്ചടിച്ചത് അത് മാറ്റിയെടുക്കും, ഷേപ്പാക്കി എടുക്കും. അപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതിപ്പം പണ്ട് കൈകൊണ്ട് കറക്കുന്ന ചക്രമല്ലായിരുന്നോ, ഇപ്പം എവിടെ അതില്ല. ഇപ്പം കറണ്ടിൽ പ്രവർത്തിക്കുന്ന മണ്ണരയ്ക്കുന്നതൊക്കെ മെഷീനിലാണല്ലോ. ഇത് മണ്ണരയ്ക്കുന്ന മെഷീനാണോ? ഇതിൽ ചെളി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് കണ്ടില്ല, ചെളി കൊണ്ടുവച്ചേക്കുന്ന അതിൻ്റെ കല്ലും കരടും എല്ലാം കളഞ്ഞ് അരച്ച് കൊണ്ടുവച്ചേക്കുന്നതാണ്. ഇനി ഇതെടുത്തിട്ട് ഉണ്ടാക്കും. ഇതിപ്പോൾ എന്നാ ഉണ്ടാക്കാൻ പോകുന്നത്? കലം ഉണ്ടാക്കുന്നത്. എത്ര ടൈം വേണം അത് ഉണ്ടാക്കി തീർന്നതിൽ? ഇതിൽ ഷേപ്പായി വന്നതിൽ ഇത് ഒരു 5 എണ്ണത്തിൽ ഇതിൽ മണ്ണ് ഇരിക്കും. ഇത് 5 എണ്ണത്തിലുള്ള മണ്ണുണ്ടോ? ഇതിപ്പോൾ എவ்வளோ ടൈം ആകും ഒരു കലം? ഇതിൽ നമുക്ക് 3 നിമിഷം 3 മിനിറ്റ് മതി ഒരു കലം ഉണ്ടാക്കാൻ. പിന്നെ പെണ്ണുങ്ങൾ வந்து തടി കൊണ്ട് അടിக்கிறதுக்கு நல்லா உணங்கனா அவங்களுக்கு 5 മിനിറ്റ് 3 ഫിനിഷിംഗ് பண்ணணும். ഇത് പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണ് ഇവിടെ. പാരമ്പര്യമായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ പാരമ്പര്യ തൊഴിൽ ഇതല്ലേ? ഇത് ഇങ്ങ വന്ന് എടുക്കുക വെളിയിൽ നിന്ന് എടുത്തിട്ട് പോകും. നിങ്ങൾ സന്ധ്യയിലെ കൊണ്ടുപോകുക? അത് മൊത്തം പാർട്ടി ഉണ്ട്. ഇത് സർക്കാരിൻ്റെ അതെ? സർക്കാർ സ്ഥലമല്ല, സർക്കാർ സ്ഥലം. ഞങ്ങൾക്ക് സൊസൈറ്റിയിൽ வந்து വാടക കൊടുക്കണം. ഈ സർക്കാർക്ക് ഇതൊരു സൊസൈറ്റി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? സർക്കാരിൻ്റെ സ്ഥലത്ത്. അതെ. അതിൻ്റെ ഒരു വക്കൊക്കെ കറക്റ്റ് ഫോമായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ടൂള് അണ്ണൻ്റെ ഇരിപ്പുണ്ട്. അതൊരു ഈ ഒരു ചെറിയൊരു തടി കഷ്ണം, അതും പിന്നെ ഒരു ഈർക്കിളി കഷ്ണമൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഡിസൈൻസ് ഒക്കെ ഇടുന്നത്. അപ്പോൾ ആ കമ്പ് വെച്ച് കട്ട് ചെയ്തെടുക്കാനാ അല്ലേ? ഇനി പൊക്കി എടുക്കും. കണ്ടോ? അപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇത് കണ്ടില്ല, ആ ഹോള് ഇനി ഇവർ നികത്തിയെടുക്കും. ഞാൻ ആദ്യം ഓർത്തുകൊണ്ടിരുന്ന ഇത് ഉണ്ടാക്കുമ്പോൾ ഇത് മൊത്തമായിട്ടായിരിക്കും ഇന്ന്. ഇതതിൻ്റെ ആ ഹോള് അടയ്ക്കണത് രണ്ടാമതാണ്. അപ്പോൾ ഇതാണ് മെയിൻ യൂണിറ്റ്. എന്തോരം ഒന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ. അപ്പോൾ ആ ഹോൾ അടയ്ക്കുന്നത് കാണിച്ചു തരാം. ഇവരോട് ചെയ്യുന്നുണ്ടേ. ഇങ്ങനെ തല്ലി തവി പോലത്തെ ഒരു തടിയിൽ ചെയ്ത. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ തല്ലിയാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കല്ല് അത് വെക്കുന്നുണ്ട്. ആ കല്ലിലേക്ക് അടിക്കണേ. ആ ഹോൾ അടഞ്ഞ് വരുന്നത് കണ്ടില്ലേ? അതങ്ങനെ തല്ലു മാത്രമല്ല കേട്ടോ, അവരത് ഷേപ്പും ആക്കുന്നുണ്ട്. കൈ പിടിച്ച് ഷേപ്പും ആക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ചക്രത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ തല്ലുന്ന ജോലി ആരംഭിക്കും കേട്ടോ. എന്നിട്ട് ഇത് നല്ല പണിയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ജോലി എന്ന് പറയുന്നത്, ഷേപ്പാക്കി എടുക്കുന്നത്. ഇവരുടെ ഇനി കൈ കൊണ്ട് ഇതൊക്കെ അങ്ങനെ ഷേപ്പാക്കി വെച്ചേക്കുന്നത് കണ്ടില്ലേ? ഇപ്പോൾ ഇത് കണ്ട് കുറേ കുഴികളൊക്കെ നമുക്ക് കാണാം. അതെല്ലാം റെഡിയാക്കും. അതങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കും. അതിൻ്റെ മെഷീന് എല്ലാം ഉണ്ടോ? ഉണ്ട്. നമ്മൾ സൈഡ് വഴി പണ്ട് ഇവിടെ ഈ സെറാമിക്കിൻ്റെ ഭരണികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അത് അടച്ചിട്ടേക്കാണ്. പുറമേ നിന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അതിൻ്റെ മണ്ണൊക്കെ ഇട്ട് അതിൻ്റെ മണ്ണൊക്കെ കാണാൻ പറ്റുമോ? അപ്പോൾ ഇതായിരുന്നു പണ്ടത്തെ സെറാമിക് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഫാക്ടറി. അതിൻ്റെ പ്രവർത്തനം നിലച്ചുപോയി. അപ്പോൾ ഇവിടെ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പുറമേ നിന്ന് നോക്കി കഴിഞ്ഞാൽ തോന്നില്ല. ഇതല്ലേ ആ മണ്ണ് സെറാമിക്കിൻ്റെ? അതൊന്ന് കാണിച്ചാ മണ്ണ്. ചോക്ക് പൊടി പോലെ ഇല്ല, ഇത് മണ്ണ് പൊടിച്ച് കിടക്ക്. ഇത് പൊടിച്ചെടുത്തതാണോ? ഇല്ലല്ലേ, വരുമ്പോൾ അങ്ങനെ തന്നെ വരും. നമ്മൾ കളി പോലെ தான். അതിൻ്റെ കട്ട കണ്ടില്ലേ? ഇത് കണ്ടോ? അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഈ സെറാമിക്കിൻ്റെ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൻ്റെ മൺകട്ടയാണ് ഇത്. അത് പൊടിക്കും അല്ലേ? പൊടിച്ച് അത് കണ്ടതേ. ഇതെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരാം, ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇത് ആന്ധ്ര മണ്ണ്. ഇതിപ്പോൾ ഇത് നിർത്താനുള്ള ഒരു കാരണം ഇല്ല, മെറ്റീരിയൽ കിടക്കില്ല. മണ്ണ് ഷോർട്ടേജാ അല്ലേ? അതെ, അകത്ത് അതെ അല്ലേ? ഇതുണ്ടാക്കാൻ അറിയാവുന്ന പണിക്കാർ ഇവിടെ ഉണ്ട്. അങ്ങനെ അല്ലേ? ഇതിൻ്റെ മെഷീനൊക്കെ കാണാട്ടോ, കണ്ടില്ലേ? ഇതിന് മെഷീനറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അകത്തിരിക്കുന്നുണ്ട് ഫാക്ടറിയുടെ. പ്രദേശം ഇങ്ങനെ ഈ പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് തന്നെ കാടൊക്കെ കയറി കിടക്കുക. കണ്ടോ? അതായിട്ട് ബന്ധപ്പെട്ട എന്തോരം മെഷീനറീസാണ് നോക്കി.
ഇത് കൈ കൊണ്ടല്ല, എല്ലാം മെഷീനിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ? കൈ കൊണ്ട് ഉണ്ടാക്കുന്നത്, കൈ കൊണ്ട് ഉണ്ടാക്കുന്നത് മാത്രം കൈ കൊണ്ട് ഉണ്ടാക്കുന്നത്. ആ, മറ്റെല്ലാം മോൾഡ്. അതായത് ഭരണി അല്ലാതെ ഭരണി. ഓക്കെ, സെറാമിക്കിന്റെ ഭരണിക്ക് ഇത്. ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറെ പാത്രങ്ങളൊക്കെ അകത്ത് കാണാവേ നമുക്ക് വെച്ചേക്കുന്നത്. അതുപോലെ ക്ലോസറ്റ് അല്ലേ? എല്ലാം ക്ലോസറ്റ്. അതെ, ക്ലോസറ്റ്. നേരത്തെ ഒരു 20 കൊല്ലത്തിന് മുന്നേ ക്ലോസറ്റ് ഒരുപാട് ഇവിടെ സെൽസ്. സെറാമിക്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറെ സാധനം. അതിന്റെ ഒക്കെ മോൾഡാണ് ഈ കിടക്കണ കേട്ടോ. മോൾഡ്. ചെറിയ ഈ ചിരാതില്ലേ, ചിരാത്, ബൊമ്മ. കൈ കൊണ്ട് ഉണ്ടാക്കുന്നത് ഭരണി മാത്രം. അതിന്റെ ചൂള അല്ലേ? സെറാമിക് പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ബേക്ക് ചെയ്യുന്ന ചൂളയാണേ. കണ്ടോ? പാമ്പ കാണൂല്ലേ? ഇതെല്ലാം ബൊമ്മകൾ ഉണ്ടാക്കുന്ന. ഇത് വലിയൊരു പ്രസ്ഥാനമായിരുന്നു കേട്ടോ. പണ്ടേത്തില് നല്ല ഫാക്ടറി ഓടി നല്ല കച്ചവടമാണ് സ്ഥലം. ഇതെല്ലാം നമ്മളിപ്പോൾ കണ്ട ആ പ്രതിമകളില്ല അണ്ണം വിൽക്കുന്ന, അങ്ങനത്തെ ഉള്ള പ്രതിമകൾ ഉണ്ടാക്കാൻ ഒരുപാട് ഡിസൈനുകൾ, ഒരുപാട് മോഡലുകൾ ഉണ്ടാക്കുന്നത് നിർത്തപ്പോയത്. ഇപ്പം നമ്മൾ അവിടെ പോയി എടുത്തു. അങ്ങനെ ശരി. അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മോൾഡുകളാണ് അടുക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഇതിവിടെ ഇല്ലാത്ത പക്ഷം നിങ്ങൾ പുറത്തുനിന്ന് എടുത്ത് അങ്ങനെ ചെയ്യാം. മോഡൽ ഷോക്കേസ് ഐറ്റംസ് എല്ലാം കരകൗശല വസ്തുക്കൾ എല്ലാം ഇഷ്ടമുണ്ടല്ലോ ഇങ്ങനെ കിടക്കണ കണ്ടിട്ട്. കറച്ച് ഒളിക്കണം. നമ്മളിപ്പോൾ പൻപൊലി എന്ന ഗ്രാമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള തിരുമലൈ മുരുകൻ കോവിൽ, അത് ഈ ഒരു ഗ്രാമത്തിൽ വന്നിട്ടാണ് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് ആ തിരുമല കോവിൽ കാണാം. അപ്പോൾ ഇവിടുന്ന് തിരുമല കോവിലിൻ്റെ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇത് കണ്ടില്ല, നല്ലപോലെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, വലിയൊരു പാറയുടെ മേളിലായിട്ടാണ്. ശരിക്കും നമ്മുടെ പഴനിമലയൊക്കെ പോലെ തോന്നും കണ്ടു കഴിഞ്ഞാൽ. ആ പാറയുടെ ഒക്കെ ഒരു ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ കടന്നു വന്ന പൻപൊലി ഗ്രാമത്തിൽ വന്നാൽ അവിടുന്ന് 3 കിലോമീറ്റർ കൊണ്ട് നമുക്ക് ആ കോവിലെത്താം. അതിൻ്റെ മേളിൽ വരെ വഴിയുണ്ട്, പിന്നെ സ്റ്റെപ്പ് വഴിയും മേളിലെത്താം കേട്ടോ. അപ്പോൾ അല്ലു അർജുൻ്റെ പുഷ്പ മൂവി, അപ്പോൾ അതിൽ ഈ കോവിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് പച്ചക്കറികളൊക്കെ വിളയുന്ന ഒരു പാടശേഖരമാണ്. ഇവിടെ തക്കാളിയുണ്ട്, മത്തനുണ്ട്, പിന്നെ വെണ്ട നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ പുളിമരങ്ങളൊക്കെ തളിരണിഞ്ഞ് നിൽക്കുവാണേ. നല്ല കാറ്റാണ് കേട്ടോ ഈ ഒരു പ്രദേശത്ത്. ഇതിലൊരു കനാലൊക്കെ ഒഴുകി വരുന്നുണ്ട്. അത് നമ്മളീ പോകുന്ന മേക്കര ഗ്രാമത്തിലെ അടവിനൈനാർ ഡാമിൽ നിന്ന് വരുന്ന കനാലാണേ. ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വെള്ളം ഈ ഒരു കനാലിൽ നിന്നാണ് എടുക്കുന്നത്. അതുപോലെ ഇതിനപ്പുറം, കനാലിൻ്റെ അപ്പുറം നമുക്ക് നെൽപ്പാടങ്ങൾ കാണാം. വലിയ നെൽപ്പാടങ്ങളും തെങ്ങും തോപ്പുകളും പിന്നെ പശ്ചിമഘട്ടമൊക്കെ കാണാം ഇവിടുന്ന്. അങ്ങനെ നമ്മൾ മേക്കര ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണേ. നമ്മളാ കടന്നു പോകുന്ന പ്രദേശങ്ങളൊക്കെ വിട്ട് ശരിക്കും ഉൾഗ്രാമ കാഴ്ചകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. മേക്കര തെങ്കാശിയുടെ ഔട്ട്സ്കേർട്ടാണ്. ഈ വഴി നേരെ അച്ചൻകോവിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അച്ചൻകോവിൽ വരെ. അച്ചൻകോവിൽ 18 കിലോമീറ്റർ ആണ് ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. മേക്കര ഗ്രാമത്തിൻ്റെ ഏറ്റവും നല്ലൊരു കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കണം. ഇവിടെയാണ് അടവിനൈനാർ ഡാമൊക്കെ വരുന്നത്. ഡാമിലേക്ക് പോകുന്ന വഴിയിൽ നല്ല കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് അടവിനൈനാർ ഡാം കാണാം കേട്ടോ. നല്ല കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. ആ തെങ്ങിൻ്റെ ഓലയൊക്കെ ഇങ്ങനെ പാറി പറക്കണം കേട്ടോ. അതിശക്തമായിട്ട് കാറ്റ് വീശുന്നൊരു പ്രദേശമാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഞാനിപ്പം ഈ മൈക്കിൽ ഡെഡ് ക്യാറ്റ് വെച്ചിട്ടുണ്ടാവുകൊണ്ടാണ് ആ കാറ്റ് വീശുന്ന സൗണ്ടൊന്നും അങ്ങനെ അധികം കിട്ടാത്തത്. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഇങ്ങനെ നമ്മളെ പറപ്പിച്ചുകൊണ്ട് പോകുന്ന കാറ്റാണ്. കാര്യം പറഞ്ഞപ്പോൾ വെയിലും ഉണ്ട്, പക്ഷേ ചൂടൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ കാറ്റ്, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു മഴയുടെയൊക്കെ ഒരു ആരംഭമാണ്. അപ്പോൾ ഇവിടെ പാടശേഖരങ്ങളാണ്. ഈ തെങ്കാശിയിൽ മെയിനായിട്ടും പാടശേഖരങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള കാഴ്ചകളാണ് കൂടുതലും. പാടശേഖരങ്ങൾ തന്നെയാണ് കാണുന്നത് കേട്ടോ. ഈ പാടശേഖരങ്ങൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ ഈ കാഴ്ചകളൊക്കെ കാണാൻ വന്നിരിക്കുന്നവരാണ്. നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കേവലം ഈ പാടശേഖരം കാണാൻ വേണ്ടിയിട്ടല്ല, ഒരു പ്രത്യേക ഒരു സുഖമാണ് ഇവിടെ നിൽക്കാനായിട്ട്. ഈ കാഴ്ചകളൊക്കെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും ഭംഗി കൂട്ടുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് പശ്ചിമഘട്ടം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് അച്ചൻകോവിലൊക്കെ വരുന്നത് കേട്ടോ. ഈ മേക്കര ഗ്രാമത്തിൽ നിന്നാലത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് തിരുമല കോവിൽ കാണാൻ സാധിക്കും. വലിയൊരു ആട്ടിൻപറ്റം നടന്നു വരുന്നത് നോക്കി. നടന്നല്ല, ഓടിയാണ് വരുന്നത്. ആലപ്പുഴ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ താറാവുകളെ കൊണ്ടുപോകില്ലേ പാടശേഖരങ്ങളിലേക്ക്, അതുപോലെ തമിഴ്നാട്ടിൽ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാഴ്ചയാണ്. നിരവധി ആടുകൾ, ചെമ്മരി ആടുകളെ മേയ്ക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. തമിഴ്നാട്ടിൽ അമ്പലങ്ങൾക്കൊരു പഞ്ഞമില്ല എന്ന് പറയുന്ന പോലെയാണ്. ഗ്രാമപ്രദേശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് ഒരുപാട് അമ്പലങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഈ പാടശേഖരത്തിൻ്റെ ഉള്ളിലായിട്ടൊരു അമ്പലം കാണാം. വലിയൊരു ആൽവൃക്ഷമുണ്ട്. ഇവിടെ ഈ പാടശേഖരങ്ങളിലൊക്കെ മഴ പെയ്ത് വെള്ളം കയറി കിടക്കുന്നുണ്ടല്ലേ. ഇവിടെയൊക്കെ വെള്ളം കൂടിയിട്ട്
ഇവിടുന്ന് തുറന്ന് വീട്ടതാണ് ഈ കാണുന്നത് കേട്ടോ. തോട്ടിക്കൂടെ അങ്ങ് ഒഴുകി പോകുന്ന കണ്ടില്ലേ. ഇവിടെ ഈ മഴയില്ലാത്തപ്പോൾ എങ്ങനെ കൃഷിക്ക് വെള്ളം കൊണ്ടിരുന്നത്? ഈ ഡാമിലെ വെള്ളമാണോ? ഇവിടെ ഈ നെൽകൃഷി മാത്രമല്ല, അത് ചോളം അല്ലേ ഏട്ടാ? അത് ചോളം അല്ലേ? അതിങ്ങനെ വിളവായി കിടക്കുന്നതാണോ? മാട്ടുക്കുള്ളത്. ഈ പാടശേഖരത്തിൽ കുറച്ച് ഭാഗത്തായിട്ട് ചോളം നട്ടേക്കുന്നത് കാണാം. ഇവിടെ മഴ ആയതുകൊണ്ട് തന്നെ ഈ പാടശേഖരങ്ങളിലേക്ക് വെള്ളം കയറി അങ്ങനെ ഈ ചോളം ഇതിപ്പോൾ ഒന്നിനും എടുക്കില്ല. ഇവർ ഈ മാട്ടുക്ക് കൊടുക്കാനായിട്ട് നിർത്തിയേക്കുന്നതാണ് കേട്ടോ. ഇതിൽ കായൊന്നും ഇനി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടവി നൈനാർ ഡാമിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു കവാടമുണ്ട്, പിന്നെ കുറച്ച് കടകളൊക്കെ, ചായക്കടകളും, ഇവിടെ ഒരു ഹോട്ടലുണ്ട്, പിന്നെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഇതിവിടെ ഒരു മഞ്ഞ കളറൊക്കെ അടിച്ചിരിക്കട്ടുണ്ടോ, എന്തായാലും വീടാണോ? അയ്യോ, അതെങ്ങനെ ഒരു ട്രെയിനിൻ്റെ ബോഗി പോലെ അങ്ങ് നീണ്ടു പോയേക്കുന്നത് കണ്ടില്ലേ. ഇവിടെ അമ്പലമുണ്ട്, അതിൻ്റെ അല്ലേ, കോവിലുണ്ടല്ലേ? അതെ, അതിൻ്റെയാണോ ഈ ബോർഡ്? അതോ ഡാമിൻ്റെ ആണോ? ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിക്കുവാറുണ്ട്. അടവി നൈനാർ കോവിൽ നീർത്തേക്കം. നീർത്തേക്കം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഡാമിന് പറഞ്ഞ തമിഴിലല്ലേ? ശരി ശരി. അപ്പോൾ ഈ ഡാമിൻ്റെ താഴെയായിട്ട് ചെറിയൊരു പാർക്കൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്, കടകളുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട് ഇന്ന്. അപ്പോൾ ഇതാണ് മേക്കരൈ ഡാം. മേക്കരൈ ഡാം എന്നും പറയും. ഔദ്യോഗികമായിട്ട് അടവി നൈനാർ ഡാം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വലിയൊരു ഡാമാണ് കേട്ടോ. ഇതിൻ്റെ യഥാർത്ഥ വലിപ്പമൊന്നും വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. 670 മീറ്റർ ലെങ്ത് ഉണ്ട്. പിന്നെ ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഡാമിന് മെയിൻ ഷട്ടറുകളില്ല. അപ്പോൾ പിന്നെ അത് വെള്ളം പുറത്തേക്ക് ഓവർഫ്ലോ ആയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ളതാണ്. ഇതിൽ ഷട്ടറുകളുണ്ട്. ആ ഷട്ടറുകൾ എന്ന് പറയുന്നത്, ഈ ഡാമിന് കനാലുകളുണ്ട്. കനാലുകൾ വഴി വെള്ളം പുറത്തേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇതൊരു ഇറിഗേഷൻ ഡാമാണ്. നമ്മൾ വന്ന വഴിക്ക് കനാലുകൾ കണ്ടായിരുന്നല്ലോ. കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് കനാലുകൾ വഴിയാണ് വെള്ളം കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അത് റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഷട്ടറുകൾ മാത്രമേ ഉള്ളൂ ഈ ഡാമിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട്. പശ്ചിമഘട്ടത്തിൻ്റെ താഴെയാണ് ഈ ഡാം പണിതിരിക്കുന്നത്. അതുതന്നെയാണ് ഈ ഡാമിൻ്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൈറ്റിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഹനുമാൻ നദി എന്ന് പറഞ്ഞൊരു നദി, ആ നദിക്കുള്ളിൽ പണിത ഡാമാണ്. 1996 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ച് 2002 നിർമ്മാണം അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടല്ലോ. ഈ ഡാമിനോട് ചേർന്നൊരു കട നോക്കേ, ഒരു മാടക്കട. ചായക്കടയാണ്. എണ്ണപ്പലഹാരങ്ങൾ, അതെ, പഴംപൊരിയൊക്കെ ഉണ്ട്. ഇവിടെ ചക്കപ്പഴം, കപ്പ ചിപ്സ്, ഉപ്പിലിട്ട് നെല്ലിക്കയും മാങ്ങയും. അണ്ണാ, അതിൻ്റെ മേളിൽ കയറാൻ പറ്റുമോ? ഡാം ഇല്ല. ഇല്ലല്ലേ. മേളിൽ കയറാൻ പറ്റില്ല. ഞാൻ നോക്കുമായിരുന്നു. ഇവിടെ ആ കെട്ടിൻ്റെ മേളിൽ ആരും തന്നെ നടക്കുന്നില്ല. അതിൻ്റെ മേളിലേക്ക് അലൗ ചെയ്യില്ല. പക്ഷെ നമുക്ക് ആ റിസർവോയർ, ഡാമിലെ വെള്ളം കയറി കിടക്കുന്നതൊക്കെ കാണാം കേട്ടോ. അത് നമുക്ക് അതിലെ വഴിയുണ്ട് മേളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ആ ഡാമിൻ്റെ താഴെയായിട്ട്. ആ അമ്പലത്തിൽ വന്നേക്കുന്ന ആളുകളുടെ തിരക്കാണ്. കറുപ്പസ്വാമി കോവിലാണ്. ഇന്ന് തിരുവിളയാണ് ഇവിടുത്തെ. അതാണ് ഇത്രയും പേര്. നമുക്ക് ഇവർ ഈ പൊങ്കാലിടാനായിട്ടിരിക്കുന്ന അല്ല, ഇവരിങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു. പ്രസാദം. തമിഴ്നാട്ടിലെ ഉത്സവം ഒന്ന് കൂടിയേക്കാം. ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറും സാമ്പാറാ? മട്ടൺ. ഓ, നോൺ വെജാണ്. മട്ടൺ ഇവിടെ അർത്ഥമാണ്. അതെ അല്ലേ. മട്ടൻ കറിയൊക്കെ ഒഴിച്ച് ചോറ് കഴിക്കുന്നുണ്ടല്ലേ. നമ്മുടെയൊക്കെ നാട്ടിലെ അമ്പലങ്ങളിൽ വെജിറ്റേറിയൻ സദ്യയല്ലേ, ഒറ്റക്കറി മാത്രമേ ഉള്ളൂ. മട്ടൺ, തമിഴ്നാട്ടുകാർക്ക് മട്ടൺ അത്ര പ്രിയപ്പെട്ടതാണ്. മട്ടൻ കറി. എത്ര മട്ടൺ അറുത്ത് നിന്ന്? 7 കടായി. മുട്ടനാടല്ലേ? മുട്ടനാടിനാണ് അറുത്തേക്കുന്നത്. ഇവിടെ തമിഴ്നാട്ടിൽ മട്ടൺ ഒഴിച്ചുകൂടാത്ത ഒന്നാണ്. ഇവർ പ്രധാനമായിട്ടും മട്ടണാണ് കഴിക്കുന്നത്. ഇത് കുളമ്പ്, മട്ടൻ കുളമ്പ്. ഇത് നമ്മളെ ഒന്നിച്ച് നമ്മളെ വെട്ടിയില്ല. ഇത് അത് കൂട്ടാ. ഇത് എല്ല്. ശരി. ഓക്കെ. അതല്ലേ, അതാണ് മട്ടൻ കറി. ഞാൻ മട്ടൻ സാപ്പിട മാട്ടാണ്. ഞാൻ മട്ടൻ കഴിക്കില്ല. എന്നെ കഴിക്കാൻ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. ഞാൻ മട്ടൻ സാപ്പിട മാട്ടെ. അതൊക്കെ തന്നെ. എന്തായാലും അവരുടെ ആഘോഷം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. ഇവിടെ കോവിലിൻ്റെ അകത്തും മേശയും കസേരയൊക്കെ ഇട്ട് അവിടെയും കുറേ പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തികയാത്തത് കൊണ്ടാണ് അവിടെ വഴിയിലിരിക്കുന്നത് കേട്ടോ. എന്തോരും ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ മട്ടൺ അറുത്ത്. ഇവിടെ ചോര കിടപ്പുണ്ട്. ചോര
ഇത് കണ്ടില്ലേ, അതിൻ്റെ ഒരു രോമ കിടക്കുന്നത്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്. ഇവിടെ ഒരു ചിതൽ പുറ്റ് കാണാം കേട്ടോ, മഞ്ഞളൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇവിടെ മഞ്ഞൾ പ്രസാദമൊക്കെ തൊട്ട് കിടക്കണേ കണ്ടില്ലേ. ഹായ്, നിങ്ങൾക്ക് എല്ലാം ഇങ്ക ഊരിലുള്ളതാ എല്ലാവരും? ആ, വെളിനാട്ടിൽ നിന്ന് ആരും വരാതെ ഇங்கே? ആ, എല്ലാവരും ഇங்கே ഉള്ളതാ? ആ, അപ്പോൾ ഈ ഡാമിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട്, ആ റിസർവോയർ കാണാനായിട്ട് പോകാൻ ഇവിടെ ഒരു മെയിൻ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ട് നല്ല ദൂരം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്തേക്കുന്ന വഴിയാണ്. എൻ്റെ ഏറ്റവും മേളിൽ വരെ എത്താൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ മലയുടെ മേളിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല വീതിയുള്ള വഴിയൊക്കെയാണ്. ഈ ഇടയ്ക്ക് പണിതുപോലെ ഉണ്ട്. മേളിലേക്ക് വാഹനങ്ങൾ കിടത്തി വിടില്ലേ? അവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ എന്തൊക്കെയോ ഉണ്ടല്ലോ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തേക്കുവാണേ, വണ്ടിയൊന്നും മേളിലേക്ക് കിടത്തി വിടില്ല. ഇവിടെ തിരിക്കാനും സ്ഥലമില്ല. അതേ പെട്ടെന്ന് തോന്നുന്നു. നല്ല പെടലാണ് പെട്ടേക്കുന്നത്. മേളിലേക്ക് വിടില്ല. വിട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇനി ഇവിടുന്ന് എങ്ങനെ തിരിച്ചു പോകുന്നതാണ് ഞാനിപ്പം വിചാരിക്കുന്നത്. ഇവിടെ വണ്ടി തിരിക്കാനുള്ള ഒട്ടും സ്പേസ് ഇല്ല. പിന്നെ എന്തിനാണ് ഇത്രയും പേര് ഇവിടെ കൂടി നിൽക്കുന്നത്? എവിടെ പോകാനാണത്? ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് ക്ലോസ് ചെയ്തേക്കുവാണ്. തിരിച്ചു പോകാനും പറ്റാത്തൊരവസ്ഥയാണല്ലോ ദൈവമേ. വണ്ടി തിരിക്കാൻ സ്ഥലമില്ല. വണ്ടികൾ വീണ്ടും മേളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവർ പറയണ്ടേ മേളിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. ഈ വണ്ടികളെല്ലാം കയറി വന്ന് പിന്നെ എന്ത് ചെയ്യും? തിരിക്കാനും സ്ഥലമില്ലാതെ കുറച്ച് ദൂരം റിവേഴ്സ് പോരേണ്ട വന്നു തിരിച്ച് എടുക്കാനായിട്ട്. അപ്പോൾ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഡാമിൻ്റെ മേളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ആ കെട്ടിൻ്റെ മേളിൽ കൂടെ നടക്കാൻ പറ്റില്ല, പക്ഷേ റിസർവയറൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ആ വഴി കൂടെ അങ്ങ് പോയാൽ മതി മേളിൽ വരെ. ഇവർ ഇന്നിവിടുത്തെ ഈ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് തിരക്ക് നിയന്ത്രിക്കാനായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇവരെന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ആ തുടക്കത്തിൽ ആ താഴേന്ന് കയറുമ്പോൾ അവിടെ അങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചാൽ പോരെ. ആ മേളിൽ കൊണ്ട് ക്ലോസ് വെച്ചിട്ട് എന്ത് കാര്യമുണ്ട്? ഇതൊന്നും അറിയാതെ എത്ര പേരാ മേളിലേക്ക് പോകുന്നത് ഈ കാറ് കൊണ്ടൊക്കെ. ഈ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതിലൊരു പരിധിയുണ്ട് കേട്ടോ. അത്ര വലുതാണ്. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിലായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു കൊച്ചു ഗ്രാമം. ഇവിടെയൊക്കെ കുറേ വീടുകളൊക്കെ നമുക്ക് കാണാവേ. അപ്പോൾ ഈ വഴി നേരെ അല്പ ദൂരം പോയാൽ നമ്മൾ കേരളത്തിലേക്ക് കയറും കേട്ടോ, ബോർഡറിലേക്ക് എത്തും. ഇത് കേവലം ഒരു ഗ്രാമീണ പാത മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നൊരു മെയിൻ റോഡാണ്. നല്ല തിരക്കാണ്, ഒരുപാട് വാഹനങ്ങളാണ് വരുന്നത് കേരളത്തിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട്. അച്ചൻകോവിൽ വഴി നമുക്ക് അങ്ങ് പോവാം. എന്തായാലും നമ്മൾ ഇന്ന് പോകുന്നില്ല കേട്ടോ. നമുക്ക് ഈ ഒരു യാത്രയിൽ ആ ഒരു പ്ലാനില്ല. തമിഴ്നാട്ടിൽ കൂടെ ചുറ്റിക്കറങ്ങണം, അതിനുശേഷം മാത്രമാണ് നാട്ടിലേക്ക് തിരിച്ചു പോകുള്ളൂ. എന്തായാലും നല്ലൊരു റൂട്ടാണ്. അനിമൽസിനൊക്കെ പ്രത്യേകിച്ച് ആനേനൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഫോറസ്റ്റാണ്, ഫോറസ്റ്റിൽ കൂടെയാണ് അങ്ങ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഇത് ഫോറസ്റ്റിൻ്റെ അതിർത്തിയിലാണ് ഈ ഒരു മേക്കരൈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ മേക്കരൈ ഗ്രാമത്തിലേക്ക് കൂടുതൽ പേരും വരുന്നതിൽ ഇവിടുത്തെ അടവി നൈനാർ ഡാം നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡാം ടൂറിസം ഈ ഗ്രാമത്തെ സംബന്ധിച്ച് വലിയൊരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൽ ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഈ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പ്രത്യേകിച്ച് വീക്കെൻഡിലൊക്കെ. മേക്കരൈ ഗ്രാമമാണ് നോക്കെ. ഇതൊരു തമിഴ് ഗ്രാമമാണെന്ന് പറയില്ല കേട്ടോ, ശരിക്കും നമ്മുടെ കേരളം പോലെ തന്നെ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെയാണത്. വീടുകളാണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ ഉള്ള പോലെ പറമ്പുകൾ, തൊടികൾ, ആ പറമ്പിലാണെന്നുണ്ടെങ്കിൽ മാവ്, പ്ലാവ്, കമുക്, ശരിക്കും തനി കേരളം. പിന്നെ അതിർത്തി ഗ്രാമമാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇത് തമിഴ്നാടാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ കടകളിലൊക്കെയുള്ള ബോർഡുകൾ കാണണം, തമിഴിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ശരിക്കും നമ്മുടെ കേരളം പോലെ തന്നെയുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തമിഴൊന്നും പറഞ്ഞ് കഷ്ടപ്പെടുകയൊന്നും വേണ്ട, പച്ച മലയാളം സംസാരിച്ചാൽ മതി. എല്ലാവർക്കും നന്നായിട്ട് മലയാളം അറിയാം. മലയാളികളെല്ലാം ഇവിടെ ഉള്ളവരാണ്. അതായത് ഇവർ പറയുന്നത് ഇവർ പഴയ തിരുവിതാംകൂറുകാരാണെന്നാണ് പറയുന്നത് കേട്ടോ. നന്നായിട്ട് മലയാളം സംസാരിക്കും. മലയാളികളുണ്ട് ഇവിടെ, താമസിക്കുന്നുണ്ട് ഈ ഗ്രാമത്തിൽ. ഏകദേശം 800ഓളം വീടുകളുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. കടകളാണെന്നുണ്ടെങ്കിലും 4-5 കടകൾ, പലചരക്ക് കടകൾ, അങ്ങനെയുള്ള അവശ്യ സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട്. പിന്നെ ഒരു ഹോട്ടലുണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ആളുകൾ കേട്ടോ, നല്ല സ്നേഹമുള്ള ആളുകളാണ്. നമ്മളോടൊക്കെ നല്ല കാര്യമാണ് അവരുടെ സംസാരത്തിലെല്ലാം കൊണ്ടും. അത് തമിഴ്നാട് യാത്രകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഉള്ള ഒരു സ്നേഹം, അവരുടെ സ്നേഹം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുമ്പോഴുള്ള നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ. കൃഷിയാണ് ഇവരുടെ ഒരു പ്രധാന ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത്. ഈ നെൽകൃഷി കൂടാതെ തന്നെ ഈ പറമ്പിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള കവുങ്ങ്, തെങ്ങ്, അതുപോലെ തന്നെ കപ്പയൊക്കെ നല്ല രീതിയിൽ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പശു വളർത്തൽ, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ പണിയെടുക്കുന്ന പോലെയൊക്കെ തന്നെ പണിയെടുത്താണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ മേക്കരൈ ഗ്രാമത്തിൽ നിന്ന് അവസാനിക്കുകയാണ്. ഒപ്പം തന്നെ തമിഴ്നാട് യാത്ര തുടരുകയാണ്. പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയായി അടുത്ത വീഡിയോയിൽ കാണാം.